ഞാൻ നമ്മളെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് കേട്ടോ. വേറെ ആരുമില്ല, നമ്മളെ സിത്തുമണി ഇവിടെ കിടക്കുന്നുണ്ട്. സിത്തുവിന് വയ്യ. സിത്തുവിന് ഇങ്ങനെ തീരെ പനി വിട്ട് മാറാത്തത് കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതാണ്, ഫുൾ ചെക്കപ്പിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ കാണാൻ വന്നതാണ്. സൗമ്യ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം ഇല്ല. 6 പേരും കുറേ കാലത്തിന് ശേഷം കണ്ടതാണ് ഈ ഹോസ്പിറ്റലിൽ നിന്ന്. അങ്ങനെയെങ്കിലൊരു ഇത് ഈ സിത്തുവിനെ കൊണ്ടുണ്ടായി. ഞങ്ങൾ 6 പേരും ഒരുമിച്ച് കൂടിയത്. അപ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും സൗമ്യ പോയിട്ടുണ്ട്. അപ്പോൾ സിത്തു വളരെ എന്താ പറയുക, അവശ്യ നിലയിൽ കിടക്കുകയാണെങ്കിലും ഡ്രസ്സിങ്ങിനൊന്നും യാതൊരു കുറവുണ്ടായിരുന്നില്ലേ കൂട്ടരെ. സിംഗപ്പൂർ ഹോട്ടലിൽ കിടക്കുന്ന ഫീലിലാണ് അവൾ കിടക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ഞാൻ വീഡിയോ എടുക്കണമെന്ന് സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല കേട്ടോ. അവസരം മുതലെടുക്കുക എന്ന് വിചാരിക്കരുത് വെച്ചിട്ട് ഞാൻ അറിയാത്ത മാതിരി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ ജാതികളെല്ലാം കൂടെ എന്നോട് പറഞ്ഞാണ്, ഏതായാലും ഈ വന്നില്ലേ ശാലു, ഈ എന്തായാലും വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനെടുത്തു. അപ്പം ഞാൻ അബി, സിത്തു, സൗമ്യ, സോഷ്മി ചേച്ചി ഞങ്ങൾ 6 പേരും. പക്ഷേ അതിൽ സൗമ്യ വന്നിട്ട് വേഗം പോയി. ഒക്കെ എന്തൊക്കെയോ ബാങ്കിലൊക്കെ പോകാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ വേഗം പോയി. അപ്പോൾ ഞങ്ങൾ വന്ന പാവം അവിടെ സിത്തുവിൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കേട്ടോ, വിജീഷേട്ടൻ. പാവം പുറത്തിരിക്കുന്നത് എനിക്ക് നാണമായി വീഡിയോ എടുക്കുമ്പോൾ. ആ മുപ്പര് വിചാരിക്കില്ലേ ഇവർക്ക് വേറൊരു വല്ലാത്ത ജാതികളുണ്ടേതെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ചീത്ത കേൾക്കുകയാണ്. ഓളെ കാണാൻ വരുമ്പോൾ എന്തുകൊണ്ട് ഫ്രൂട്ട്സ് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചീത്ത, മനസ്സിലായില്ലേ? അപ്പോൾ ആ ചീത്തയൊക്കെ കേട്ട് ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ ഒരു കാര്യം കേട്ടോ, നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പണാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളത്. ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്തും പറയും. അപ്പോൾ ഇവൾക്കൊരു ടെസ്റ്റിന് ഇവളെ കൊണ്ടുപോകാൻ വേണ്ടി പോയപ്പോഴാണ് ഞങ്ങൾ ഇവളെ തനി രൂപം കണ്ടത്. ഞെട്ടിപ്പോയി ഞാൻ കണ്ടിട്ട്. നോക്ക് എമ്മാരി ലുക്കിലാണ് കിടക്കണത്. അടിപൊളി ഒരു പാൻറ്റും ഒരു ടീഷർട്ടൊക്കെ ഇട്ട് യോ യുക്കിൽ. ഞാൻ എന്നിട്ട് ചോദിച്ചു, അവിടുത്തെ ഡ്രസ്സ് എന്താ നിനക്ക് തരാഞ്ഞെന്ന്. കണ്ടാ, ഇതാണ്. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ ദുഃഖം വരും. ഞങ്ങളവിടെ വന്നിട്ട് കുറേ എല്ലാവരും കുറ്റമൊക്കെ പറഞ്ഞ് ഫുൾ ജോളിയായിട്ട് അടിച്ച് പൊളിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ ഇവർക്ക് ഇനി ടെസ്റ്റിന് കൊണ്ടുപോവുകയാണ്. അപ്പം ടെസ്റ്റിന് കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമായിട്ടുള്ളൂ, ഞങ്ങൾക്ക് ഇനി എന്തൊക്കെയോ പറയാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ടെസ്റ്റിന് കൊണ്ടുപോകുന്ന സ്ഥിതിക്ക് ഒന്ന് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും വരാം. ഏതായാലും പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ടെസ്റ്റിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ ഇനി നമ്മൾ എന്ത് ചെയ്യും, അടുത്ത പ്ലാൻ ഇവിടെ ഇരുന്നിട്ട് നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ ഇങ്ങോട്ട് പോയാലോ. അപ്പോൾ പാവം വിജീഷേട്ടനാണ് കേട്ടോ, അത് സിത്തുവിൻ്റെ വിജീഷേട്ടൻ. പാവം കണ്ടോ, ഞങ്ങൾ ചാറ്റൊക്കെ പറഞ്ഞ ടെസ്റ്റ് പറഞ്ഞേക്കതാ. സൂക്ഷ്മ കാലൊക്കെ ശരിയാക്കി കൊടുക്കുകയാണ്, കാല് വയ്ക്കാനുള്ളതൊക്കെ. അപ്പോൾ രസമായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ വളരെ രസകരമായിട്ടുള്ള എന്താ പറയുക മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചു. എന്തായാലും വേണ്ടില്ല. ഒരു സിനിമയിൽ മുകേഷിനെ കാണാൻ വരുമ്പം നാടകം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയുന്നില്ലേ, ഈ ബെഡ് ഇങ്ങോട്ട് പിടിച്ചിട്ട് ആ ബെഡ് അതേപോലെ തന്നെയാണ് വേണമെങ്കിൽ ഞങ്ങൾ പ്രാക്ടീസും ചെയ്യാമെന്നുള്ള ഭാവമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങണ്ട, കുറച്ച് നേരം കൂടെ നമുക്ക് എന്തെങ്കിലും പറയാമല്ലോ എന്ന് വിചാരിച്ച് സ്റ്റെപ്പ് ഇറങ്ങി. 9th ഫ്ലോറിലാട്ടോളൂ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി. വളരെ നല്ല കുട്ടികളായിരുന്നു ഞങ്ങൾ. അപ്പോൾ സ്റ്റെപ്പൊക്കെ ആരുമില്ല, വലിയ തിരക്കൊന്നുമില്ല. എന്താണാവോ ഹോസ്പിറ്റലൊന്നും വലിയ തിരക്കില്ലാത്ത. മറ്റ് ബേബി മെമ്മോറിയലൊക്കെ ഇങ്ങനെ എന്താ പറയുക മാറി ആൾക്കാരായിരിക്കും. നമ്മൾ ലിഫ്റ്റൊക്കെ കാത്തുനിന്ന് പ്രാന്തായിപ്പോവും. അപ്പോൾ ഞങ്ങൾ താഴെ ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ ന്യൂ ബ്ലോക്കിലേക്ക് പോയി. അവിടുത്തെ കഫേ പോയിട്ട് ഇന്ന് ഭക്ഷണം അല്ല എന്തെങ്കിലും കോഫി കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ആ തീരുമാനം വീണ്ടും മാറ്റി. ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഗസാനിയ പറഞ്ഞിട്ടൊരു പുതിയ ഹോട്ടൽ. പണ്ടത്തെ നമ്മൾ അൽബേക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? കോഴിക്കോട്ടുള്ളവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും അൽബേക്ക്. ബേബി മെമ്മോറിയലിൻ്റെ ഓപ്പോസിറ്റായിട്ട് അൽബേക്ക് പറഞ്ഞാൽ അതിൻ്റെ പേരൊക്കെ മാറ്റിയപ്പോൾ ഗസാനിയ എന്നുള്ളൊരു പേരിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും ചെറിയൊരു സ്നാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോവുക. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് പറയും വെറുതെ, ബില്ല് കാണുമ്പോൾ പറയും വെറുതെ നമ്മളൊരു പാഴ്ചെലവ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് വർത്താനൊക്കെ പറയും കേട്ടോ. രസമാണ് അതൊക്കെ. വളരെ രസകരമായ മുഹൂർത്തങ്ങളായിരുന്നു. സിത്തുവിനെ ഹോസ്പിറ്റലാക്കിയ പേരിൽ ഞങ്ങൾ പുറത്തിറങ്ങിയത്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഭക്ഷണം എന്ത് കഴിക്കും എന്നത് കുറച്ച് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ രാജുവിനോട് പറഞ്ഞത് വെച്ചാൽ ഇവക്ക് കിച്ചൺ ഉണ്ട്. ആർക്ക്? അബിക്ക്. ഞാൻ പറഞ്ഞില്ലേ ഇവളൊരു ഹോസ്റ്റലിലേക്ക് കുറച്ച് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി, ഇങ്ങനെ 4 നേരത്തെ ഫുഡ് ഇവൾ കൊടുക്കുന്നുണ്ട് എത്രയോ ആൾക്കാർക്ക്. അപ്പോൾ ഇവൾ പറഞ്ഞു, എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇവൾക്ക് എന്തായാലും നിങ്ങൾ വേഗം ഇറങ്ങി, ഇവൾ കറക്റ്റ് 1 മണിക്ക് എനിക്ക് പോകണമെന്ന്. ഞാൻ രാജുവേട്ടന് ആ വാക്കും കൊടുത്തിട്ട് ഇറങ്ങിയത്. കറക്റ്റ് രാജുവേട്ടൻ സിത്തുവിനെ കാണുന്നു, ചിരിക്കുന്നു, പോരുന്നു. ഇത് പറഞ്ഞ ഞാൻ 12:30 ഇറങ്ങിയിട്ട് വീട്ടിലെത്തുന്നത് 5 മണിക്കായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ കണ്ടപ്പോൾ അബീൻ്റെ തീരുമാനം കിട്ടും മാറി. 1 മണിക്ക് പോകണമെന്നില്ല, പാവം സുമേഷ് ഏട്ടനെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ എപ്പോഴെങ്കിലും പുറത്ത് കൂടുന്നതല്ലേന്ന്. ഇങ്ങനെ തന്നെയാണ് ആഴ്ചയിൽ പുറത്തിറങ്ങുമ്പോൾ പറയുക, എപ്പോഴെങ്കിലും കൂടുന്നതല്ലേ. പക്ഷേ എല്ലാ ആഴ്ചയും ഞങ്ങൾ ഇറങ്ങും കേട്ടോ. അതാണ് വേറൊരു സത്യം. അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറിയപ്പോൾ എന്ത് കഴിക്കും എന്നുള്ളത് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇവിടെ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ പിക്ചർ കണ്ടപ്പോൾ എനിക്ക് നുണ വന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചാലോ. അപ്പം വിചാരിച്ചു എന്നാൽ ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കാമെന്ന്. ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ വിചാരിക്കും കേട്ടോ വേദമൊന്നും വേണ്ടിയിരുന്നു, നല്ലൊരു ബിരിയാണി കഴിക്കായിരുന്നു എന്ന് വെറുതെ. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിൽ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കുറേ നേരം കഥയും പറഞ്ഞ് ബ്രോസ്റ്റഡ് ചിക്കൻ പറഞ്ഞ് ഓരോരുത്തരെ കഥകൾ പറഞ്ഞ് ഒരാഴ്ചയിലുണ്ടായ ഓരോരുത്തരുടെ ജീവിത അനുഭവങ്ങൾ പറഞ്ഞ് കഥ പറഞ്ഞ്
സമയം ഒരുപാട് വൈകി. കാരണം എന്താ വെച്ചാൽ ഇവിടെ ടെസ്റ്റിന് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് നേരം പിടിക്കും. അപ്പം എന്നിട്ട് ഇവിടെ കാണണ്ടേ ഞങ്ങൾക്ക്. ഞങ്ങൾ കുറേ ഫുഡൊക്കെ കഴിച്ച് സുന്ദരികളായി കുറേ കഥയൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ അബി വിളിച്ചു നോക്കുമ്പം വിജീഷേട്ടനെ വിളിച്ചു നോക്കിയപ്പം വിജീഷേട്ടൻ പറഞ്ഞു ടെസ്റ്റിന് കൊണ്ടുപോയിട്ട് ഇതുവരെ എത്തിയില്ല, വന്നിട്ട് വിളിക്കാം. അപ്പോൾ പിന്നെയും ആ ഹോട്ടലിൽ ഇരിക്കുന്നത് വെറുതെ ഒരു മോശമല്ലേ വിചാരിച്ചിട്ട് വീണ്ടും ഒരു ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം ഒന്നും പറയണ്ട, അതും കഴിച്ച് ഞങ്ങൾ പറഞ്ഞപ്പം വിളിച്ചപ്പോൾ പറഞ്ഞു ഒരു റൂമിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോണ വഴിക്ക് തന്നെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. ഇതൊക്കെ രസകരമായ കഥകളാണ്, അതൊന്നും നിങ്ങളോട് പറയാൻ എനിക്ക് വയ്യ. കുറേ ചിരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവിടെ പോയിരുന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങി അവിടുന്ന് ഞാനും ചേച്ചിയും സോഷ്മയും അബിയും കൂടെ ഫ്രൂട്ട്സൊക്കെ വാങ്ങി നേരെ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ഫ്രൂട്ട്സ് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നുണ്ട്. ഓള് പറഞ്ഞു എന്തിനു കൊണ്ടുവന്നിരിക്കുകയാണ്, വേണ്ടില്ലായിരുന്നു. അപ്പം തല്ലി പായിപ്പിച്ച് പറഞ്ഞയച്ച് ഞാൻ വാങ്ങിപ്പിച്ചിട്ട് വീണ്ടും ഞങ്ങൾ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ ആപ്പിളും ഓരോ ഉറുമാമ്പഴം പൊമിഗ്രനേറ്റില്ലേ കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയക്കണം, ഓരോന്നും വിലപ്പെട്ടതാണ് അയച്ചിട്ട് ഞങ്ങൾ ഫുള്ള് സ്റ്റാറ്റസൊക്കെ ഇട്ട് ഞങ്ങൾ വിത്ത് ഫ്രൂട്ട്സാണ് ആയിട്ടാണ് പോയതെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ മൂപ്പത്തി ഫുള്ള് നല്ല സുഭിഷ്ടമായ ഭക്ഷണം കഴിക്കുകയാണ്. കൂട്ടരെ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് നമ്മൾ കാണുന്ന ഒരു രോഗിയെ പോലെയായിരുന്നു, അല്ല ഒരു ഗസ്റ്റിനെ പോലെയാണ് ഞങ്ങൾ വന്നപ്പോൾ സിത്തുവിൻ്റെ സ്ഥിതി. സുഖമില്ല, അത്ര സുഖം, കഷ്ടം. ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ കത്തിയൊക്കെ വെച്ച് സിത്തുവിൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററുണ്ട് അവിടെ, നേഴ്സാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ വർക്കിംഗ് ആണ്, നേഴ്സ് തന്നെയാണ് തോന്നുന്നു. അപ്പോൾ അവർ രണ്ടാളും കൂടി ഇരുന്ന് അങ്ങനെ സുസ്മിതയായിട്ട് ഭക്ഷണം കഴിക്കുന്നു. ഞങ്ങൾ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ബായ് പറഞ്ഞു ഇനി വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. സിത്തു പറഞ്ഞു ദയവ് ചെയ്ത് വരരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കല്ലുമ്മക്കായ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചോ, അന്നെ കാണാൻ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ ബായ് പറഞ്ഞിട്ട് പോന്നു. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ആ ഒരു ദിവസം സിത്തുമണീനെ കാണാൻ പോയിട്ടുള്ള കഥ.